ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അവിടെ പോയ കത്തിക്കരിഞ്ഞ അവശിഷ്ടങ്ങൾ കാണാം. എന്നിട്ട് അവിടെ തന്നെ കുഴിച്ചു മൂടാം. സമ്മതിക്കില്ലടാ. ഞാൻ എന്റെ രഘുവേട്ടന് ഒന്നും സംഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ലടാ. അയ്യോ, ഞാനും ശ്രദ്ധിച്ചായിരുന്നു. ഞാൻ ചോദിച്ചാൽ ഒരിക്കലും അവൻ സത്യം പറയില്ല. തൽക്കാലം നിന്നോടവന് വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ. അവൻ പറയുന്നതൊക്കെ നീ അനുസരിച്ചതല്ലേ? അവനോട് മോളൊന്ന് ചോദിച്ചു നോക്ക. എനിക്കെന്തോ മനസ്സിന് വല്ലാത്തൊരു പേടി പോലെ. അച്ഛനെ കുറിച്ചോർത്ത് അമ്മ പേടിക്കണ്ട. അച്ഛനെ അപകടപ്പെടുത്താൻ ജീവന് പറ്റില്ല. ദൈവത്തെക്കുറിച്ചല്ലല്ലോ നമ്മൾ സംസാരിക്കുന്നത്, ചെകുത്താനെ കുറിച്ചാ. മോളെ, അവന്റെ കാല് പിടിച്ചിട്ടാണെങ്കിലും മോളൊന്ന് ചോദിക്കും. ഞാൻ ചോദിക്കാമേ, ഇപ്പൊ തന്നെ ചോദിക്കാം. നാളെ നേരം വിളിക്കുന്നതിന് മുമ്പ് കാര്യം കഴിഞ്ഞിരിക്കണം. ഒരു കാര്യം മനസ്സിൽ വെച്ചോ, അയാൾ എന്റെ അച്ഛനാ, ഒരു പട്ടാളക്കാരനും കൂടിയാ. പെട്ടെന്ന് അയാളെ കീഴ്പ്പെടുത്താൻ കുറച്ച് ബുദ്ധിമുട്ടാ. സോ കരുതലുണ്ടാവണം. ജീവനോടെ രക്ഷപ്പെടാൻ അയാൾക്കൊരവസരം കൊടുക്കരുത്. അച്ഛനും മകനുമല്ല, ഇനി എനിക്ക് അങ്ങനെ ഒരു അച്ഛനുമില്ല. ഒരു ശത്രു മാത്രമാണ് അയാള്. അത്രേ ഉള്ളൂ എനിക്ക്. ரகு சார் அங்க. சார் நில்லுங்க சார். என்ன நான் சோச்ச கேட்டலையா? ரகு சார் அங்க. நீங்க இப்ப ரகு சாரை பற்றி தானே சொன்னது? அவர் தானே கொல்ல போறது. എന്തിനാ ശരവണ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇടപെടുന്നത്? சார் அங்க அது மட்டும் சொல்லுங்க. நித்யாமா, இவரு ரகு சாரை கொல்லதுக்காக பிளான் இருக்கு. ഫോണിൽ സംസാരിക്കാൻ ഞാൻ കേട്ടിരിക്കെ. ജീവൻ, അച്ഛനെവിടെ? ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ദൂരെയാണെന്ന്. വിളിച്ചാ കിട്ടില്ല, ഇനി ഒരിക്കലും കിട്ടില്ല. ശരവൺ പറഞ്ഞത് സത്യാണോ? ആയിരിക്കാം. രഘുവേട്ടനെ വിളിക്കടാ, ഇപ്പൊ വിളിക്കാൻ. പെട്ടെന്ന് രഘുവേട്ടനോട് സ്നേഹം തോന്നുന്നത് വെറുതെ അല്ലല്ലോ. അല്ല, ആരൊക്കെ ചേർന്നായിരുന്നു ഈ മൂമെന്റ്? അച്ഛനും ശരവണനും തമ്മിൽ ധാരണ ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയാം. നിങ്ങൾക്കതറിയില്ല എന്ന് തോന്നി. പക്ഷെ ഇപ്പൊ തോന്നുന്നു നിങ്ങൾ എല്ലാവരും കൂടെ ജീവനെ അങ്ങ് തീർക്കാൻ തീരുമാനിച്ചെന്ന്. അച്ഛൻ എവിടെയാണുള്ളതെന്നാ ചോദിച്ചേ? മര്യാദക്കത് പറയുന്നതാ നിനക്ക് നല്ലത്. നാളെ നേരം വിളിക്കുന്നതുവരെ ഒന്ന് ക്ഷമിക്കേ. അപ്പോഴേക്കും വിവരം അറിഞ്ഞോളൂ. അച്ഛൻ എന്തെങ്കിലും അപകടം സംഭവിച്ചിട്ടുണ്ടോ? ആ അപകടത്തിന്റെ വാർത്തയാണോ ഞങ്ങൾ അറിയേണ്ടത്? നിത്യ, അതാണ് വിധിയെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ.
ശരവണ എടാ ജീവ, നീ ഞങ്ങളെ എന്ത് വേണമെങ്കിലും ചെയ്തോ. നീ അച്ഛനെ ഉപദ്രവിക്കരുത്. ഓ, ഈ വക സെന്റിമെന്റ്സ് കാണുമ്പോഴാ എനിക്ക് സകല നിയന്ത്രണവും വിട്ടുപോകുന്നത്. ഒരാളെ ഇല്ലായ്മ ചെയ്യാൻ തീരുമാനിച്ചാലേ ബാക്കിയുള്ള എല്ലാരും കൂടി അങ്ങ് ഇറങ്ങിക്കോളും. ഞങ്ങളുടെ ജീവനെടുത്തോ, അയാളെ വെറുതെ വിട്ടോളെന്നും പറഞ്ഞു. തെറ്റ് ചെയ്തവരെ അല്ലേ അമ്മയെ ശിക്ഷിക്കേണ്ടത്? ജീവൻ ആരെയാണെന്ന് വെച്ച് വിളിച്ചു പറ. അച്ഛനൊന്നും ചെയ്യരുത്. ഞങ്ങളിപ്പോ പോലീസ് സ്റ്റേഷനിൽ പോവും. ഇത്രയും കാലം നീ ഇതൊക്കെ ചെയ്തു കൂട്ടിയിട്ടും നീ എന്നെങ്കിലും നന്നാവൂന്നുള്ള പ്രതീക്ഷ പറഞ്ഞ മനുഷ്യനാണത്. നിന്റെ അച്ഛനെ കൊന്നുകളയല്ലേടാ. ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ JR എന്ന സാമ്രാജ്യം ഈ രീതിയിൽ അധപ്പതിച്ചത് ആരെ കൊണ്ടാമേ? അന്ന് ഓഫീസിൽ നടന്ന പത്രസമ്മേളനത്തിലെ മീഡിയാസിനെ അധികാരം കൊണ്ട് വെല്ലുവിളിച്ച് അങ്ങേര് സംസാരിച്ചില്ലേ? അതന്നെ അങ്ങ് തീർത്ത് കളയാൻ വേണ്ടിയല്ലേ? ഇതേ ഉമ്മറത്ത് വെച്ച്, നമ്മൾ ഈ സംസാരിക്കുന്ന ഇതേ സ്ഥലത്ത് വെച്ച് ലക്ഷ്യങ്ങളെ പൂർത്തീകരിക്കുകയാണെന്നും കുറച്ചു നാളും കൂടി ഈ വേഷം കെട്ടി JRന്റെ കൂടെ നിൽക്കേണ്ടി വരുമെന്നും എന്നോടല്ലടാ ശരവണ അങ്ങേര് പറഞ്ഞത്. അത് കേട്ട നിമിഷം ഞാൻ തീരുമാനിച്ചതാ കൊന്നുകളയാൻ. ഒരിക്കൽ ഞാനതിന് ശ്രമിക്കുകയും ചെയ്തു. പക്ഷേ കരുത്തനായ പട്ടാളക്കാരൻ രഘു അതിൽ നിന്ന് രക്ഷപ്പെട്ടു. ഇനി അങ്ങനെ സംഭവിക്കില്ല. ഇനി മരണവാർത്തയെ വരൂ. എന്നെ ചതിച്ച ഒരാൾക്ക് നേരെ ചൊവ്വേ ഒരു സംസ്കാരം പോലും ഞാൻ അനുവദിക്കില്ല. അത്രയും വികൃതമായിരിക്കും ആ ശരീരം. കാണണമെങ്കിൽ അവിടെ പോയ കത്തിക്കരിഞ്ഞ അവശിഷ്ടങ്ങൾ കാണാം. എന്നിട്ട് അവിടെ തന്നെ കുഴിച്ചു മൂടാം. സമ്മതിക്കില്ലടാ ഞാൻ. എന്റെ രഘുവേട്ടന് ഒന്നും സംഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ലടാ. അയ്യോ, ഇപ്പൊ ഒരാള് നഷ്ടപ്പെടാനേ ഞാൻ തീരുമാനിച്ചിട്ടുള്ളൂ. പക്ഷെ ബഹളം വെക്കുകയോ ആളെ കൂട്ടുകയോ പോലീസിന്റെ അടുത്ത് പോവുകയോ വല്ലതും ചെയ്താലുണ്ടല്ലോ, എണ്ണി എണ്ണി ഓരോന്നിനെയും ഞാൻ തീർക്കും.